ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ചെറുതുരുക്ക അമ്പലത്തിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇന്നത്തെ പരിപാടി ഉണ്ണിയൂട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആര്യൻകുട്ടൻ ഉണ്ണിയൂട്ടിന് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ കൃഷ്ണനായിട്ട് വേഷമൊക്കെ കെട്ടി ഉണ്ണിയൂട്ടിന് പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാനും മുമ്പ് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ, എന്നത്തിന് പോവാ? എന്തുവാ? അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ അമ്പലത്തിലേക്ക് ഇനി പോവുകയാണ്. ആര്യൻകുട്ടനും ഞാനും അമ്മയും അച്ചാച്ചയും കുഞ്ഞിപ്പിയും ഒക്കെ നമ്മളിങ്ങനെ അമ്പലത്തിലോട്ട് പോവുകയാണ്. അമ്പലത്തിൽ ചെന്നപ്പോൾ തന്നെ നമ്മൾ ഒരു സ്ഥലം കണ്ടുപിടിച്ച് നമ്മുടെ ആര്യൻകുട്ടനെ ഒരുക്കാനായിട്ടുള്ള പരിപാടിയൊക്കെ, അവനെ കൃഷ്ണനാക്കണമല്ലോ, നമ്മൾ അവനെ ഒരുക്കാനായിട്ടുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്നുള്ള ഒരുക്കായതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, എന്നാലും നമ്മൾ അവനെ ഒരുക്കി എടുത്തിട്ടുണ്ട്. കണ്ണൊക്കെ നല്ല സുന്ദരക്കുട്ടപ്പനാക്കി നമ്മൾ കിരീടമൊക്കെ വെച്ച് നല്ല സെറ്റാക്കി നമ്മുടെ ആര്യൻകുട്ടനെ ഇറക്കിയിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ടെന്ന് പറയണേ എല്ലാവരും. അപ്പോൾ നമ്മുടെ ആര്യൻകുട്ടനെ ഒരുക്കി ഇറങ്ങി നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഒത്തിരി ചെന്നപ്പോൾ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കൃഷ്ണന്മാരൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഒരുങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു. 10 വയസ്സിന് താഴെയുള്ളവർക്കാണ് കേട്ടോ ഉണ്ണിയൂട്ട് നടത്തുന്നത്. അപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു. ഒരുപാട് തിരുമേനിമാരുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ഇത്. കുട്ടികളെല്ലാവരും ഇങ്ങനെ നിരന്നിരുന്ന് കുഞ്ഞു കുട്ടികളുടെ കൂടെ അമ്മമാരും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്ത് ശിവരാത്രിയുടെ ഒക്കെ തലേന്ന് 2 ദിവസം മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ്. എന്നുവെച്ചാൽ പരീക്ഷ എക്സാമിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. എക്സാമിൻ്റെ തിരക്കായതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് സമയം കിട്ടിയില്ല വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ SSLC പരീക്ഷ എന്തായാലും തിങ്കളാഴ്ച 3-ാം തീയതി തുടങ്ങാണ്. അപ്പോൾ എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ അവിടെ ഒരു പടം കണ്ടില്ല, ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ, കൃഷ്ണൻ ഗോവർദ്ധനമല ഉയർത്തി നിൽക്കുന്ന ഒരു ശില്പമാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് വളരെ നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട്. അങ്ങനെ ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞാനപ്പോൾ അവിടെ ഇരിക്കുകയാണ്. ആര്യൻകുട്ടൻ്റെ ഒന്ന് നിരീക്ഷിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കുട്ടികളുടെ കാലയിൽ തീർത്ഥം തളിച്ച് പിന്നെ ചന്ദനം തൊടിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അന്നക്കുട്ടി ആര്യൻകുട്ടൻ്റെ കൂടെ പുറകിൽ പോയി നിൽപ്പുണ്ട്. ഇടയ്ക്ക് അവനിങ്ങനെ എന്നെ നോക്കും, എന്നിട്ടൊരു ശരിയൊക്കെ ഉണ്ട്, എന്നിട്ട് അവൻ വീണ്ടും അങ്ങനെ ഇരിക്കും. അപ്പം ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ അവിടെ. അപ്പം അങ്ങനെ തീർത്ഥമൊക്കെ തളിച്ച് ശുദ്ധിയാക്കി പിന്നെ ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. തിരുമേനിമാർ തന്നെയാണ് ചന്ദനം തൊട്ട് കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും ഇത് പുഷ്പം അർപ്പിച്ച ശേഷം കുഞ്ഞുങ്ങൾക്ക് ചന്ദനം തൊട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ആര്യൻകുട്ടനും ചന്ദനമൊക്കെ തൊട്ടെടുത്ത് പൂക്കൾക്കിട അവനിങ്ങനെ സൂക്ഷിച്ച് നോക്കി ഇനി പ്രാർത്ഥിച്ച് നോക്കിക്കുന്നു. ഇത് ചെയ്യുന്നത് കുട്ടികളെ കൃഷ്ണനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഉണ്ണിയൂട്ട് നടത്തുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ അടുത്തിരിക്കുന്നത് കൃഷ്ണ ഭഗവാനാണെന്ന് തിരുമേനി അവിടെ നിന്ന് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അങ്ങനെ ആരതി കഴിഞ്ഞ ശേഷം നമുക്ക് വേണ്ടിയിട്ടുള്ള ആഹാരം കൊണ്ടുവരുന്നുണ്ട്. കണ്ടില്ലേ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ആഹാരം കൊണ്ടുവരുന്നതാണ് ഈ കാണുന്നത്. എല്ലാവരും അവർക്ക് വേണ്ടിയുള്ള ആഹാരം എത്തിയിട്ടുണ്ട്. കുട്ടികളെ കൃഷ്ണൻ്റെ വേഷത്തിൽ ഒരുക്കി കൃഷ്ണ ഭഗവാനായിട്ട് സങ്കല്പിച്ചാണ് നമ്മൾ ഇവർക്ക് വേണ്ടിയുള്ള അന്നദാനം നടത്തുന്നത് എന്ന് അവിടെ തിരുമേനി പറയുന്നു. ഒരുപാട് കുഞ്ഞു കൃഷ്ണന്മാരുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കുഞ്ഞു കുട്ടികളിങ്ങനെ കൃഷ്ണനായിട്ട് ഒരുങ്ങി വന്ന് അവിടെ ഇരിക്കുന്നതൊക്കെ കാണാനായിട്ട്. അവരുടെ കുസൃതിയും കുറുമ്പും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വളരെ നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ കൂടെ ഇച്ചിരി ലേറ്റായി പോയി. ശിവരാത്രിയുടെ തലേദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പം എന്തായാലും കുഴപ്പമില്ല, നമ്മളിപ്പോൾ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ്. എക്സാം തിരക്കായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ വൈകിപ്പോയത്. അപ്പം അങ്ങനെ കുട്ടികൾക്ക് ആഹാരം തുടങ്ങിയിട്ടുണ്ട്. ആദ്യമേ വെണ്ണയുണ്ടല്ലോ, വെണ്ണ അരിക്കുക. ഒരുപാട് ആഹാരം കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മുടെ എല്ലാ കുട്ടികളും എല്ലാവരും കഴിച്ചു തുടങ്ങി. പിന്നെ പായസം ഉണ്ടായിരുന്നു, പാലട പായസം ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളെല്ലാം കഴിച്ചു തുടങ്ങി. അങ്ങനെ നമ്മുടെ ആര്യൻകുട്ടനും അങ്ങനെ കഴിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ആര്യൻകുട്ടനും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കുഞ്ഞിക്കുട്ടികളും കഴിക്കുകയാണ്. പാലട അല്ല, അരിപ്പായസം കേട്ടോ, പാൽപ്പായസം തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി എല്ലാവരും കഴിക്കുന്നുണ്ട്. ആര്യൻകുട്ടൻ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നു. ഞാൻ അപ്പുറത്ത് സൈഡ് ചെയ്യുന്നുണ്ട്, അവനിങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി ചിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആര്യൻകുട്ട എക്സ്പീരിയൻസ്? ഉണ്ണിയൂട്ടിന് പോയ നല്ലതായിരുന്നു. അങ്ങനെ ഇവൻ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ അന്നുക്കുട്ടിയും കൂടി ഇന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അവൻ കഴിച്ചതിൻ്റെ ബാക്കി നമ്മുടെ അന്നുക്കുട്ടി കഴിച്ചു. അങ്ങനെ അന്നുക്കുട്ടി കഴിച്ചതിന് ശേഷം ഞങ്ങൾ അന്നദാനത്തിനായി പോയി. അവിടെ ചെന്ന് ഞങ്ങൾ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി തുടങ്ങി. നമുക്ക് പാൽപ്പായസം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഉണ്ണിയൂട്ടും കഴിഞ്ഞ് നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.